10 മുട്ട, ആ 1 കിലോ പഞ്ചസാര, 1 കിലോ മാവ്, ആ പിന്നെ മൈദമാവ്, മൈദമാവ് 10 മുട്ട, ബാക്കി കേട്ടില്ല. പിന്നെ ബേക്കിംഗ് പൗഡർ, എസൻസ്. അമ്മച്ചി ഉണ്ടാക്കിയ കാലത്ത് ഇത് ഈ മുട്ടയും പിന്നെ മുട്ടയുടെ വെളുത്തതും പഞ്ചസാരയും കൂടെ വലിയ ഉരുളി എന്ന് പറഞ്ഞാൽ അത്ര വലിയതല്ല, നമ്മുടെ ഈ ഉരുളിയുടെ അത്രയും ഉള്ള ഉരുളിക്കകത്തിട്ട് മത്തിട്ട് ഇങ്ങനെ തേച്ച് അതങ്ങ് പതപ്പിക്കും. അത് തേച്ച് പതഞ്ഞ് വരുമ്പോ തന്നെ നമ്മുടെ പന്തികേട് വരും. പിന്നെ അതിൻ്റെ അകത്ത് മുട്ടയും പഞ്ചസാരയും ഇങ്ങനെ തേച്ച് പിന്നെ നെയ്യ് നല്ല പശു നെയ്യ്. അന്ന് പിന്നെ പശു നെയ്യ്, നല്ല നെയ്യൊക്കെ കിട്ടും, നെയ്യ് അഴുകുന്നത്. ഇപ്പം ഡാൽഡയൊക്കെയാ. പിന്നെ എസൻസ്, ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് ഇതിലൊന്നും പ്രത്യേകമുള്ള ഓട് കൊണ്ടുള്ള ഇതുണ്ട്. പിന്നെ ഈ അതിന്റെ പേര് ഞാനങ്ങ് മറന്നു. പാത്രമുണ്ട്, അത് ഓട് കൊണ്ടുള്ളതാ. അത് ചിരട്ട കത്തിക്കും. ചിരട്ട കത്തിച്ചിട്ട് ഇത് പാത്രത്തിലൊഴിക്കും. ഒരു നല്ല ഒരു അക്ഷരമൊന്നും ഇല്ലാത്ത പേപ്പർ അതിൻ്റെ അകത്ത് വെക്കും. വെച്ചിട്ട് നെയ്യ് പുരട്ടും. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് ഇത് അടുപ്പിൻ്റെ അകത്ത് കുറച്ച് ഒരു ശകലം തീയും മേളിൽ തൊണ്ട് കരിച്ചതും ചിരട്ട തീയും കൂടെ മേളിൽ വെക്കും. അതിന് പ്രത്യേകം പാത്രമുണ്ട്, ഓടാത്. എന്നിട്ട് ഇത്ര മണിക്കൂർ കഴിയുമ്പോൾ അതൊക്കെ നമുക്ക് മറന്നുപോയി വേവിന് നമുക്ക് തണുത്ത് കഴിയുമ്പോൾ എടുത്ത് തണുത്ത് വരും. മുന്തിരിങ്ങ, പറങ്ങാണ്ടി ഇതെല്ലാം ചേർക്കും.